നോക്കൂ ഇതിനകത്ത് ഇതിനകത്ത് എന്താണ് വിഷയം എന്നുള്ളതാണ്. എന്തിനാണ് ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം PDDP ചാർജ് ചെയ്യുകയാണെങ്കിൽ, IPC 333 ചാർജ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ജാമ്യം കിട്ടില്ല. കേസ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇത് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ ചെന്ന് പുലർച്ചെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാനൊരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ, ഞാൻ സമരം നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് എനിക്കെന്താ ബുദ്ധിമുട്ട്? അമ്മയ്ക്കെന്താ ബുദ്ധിമുട്ട്? അതൊരു സ്വാഭാവികമായ രീതിയല്ലേ? നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്. ആ പൊതുപ്രവർത്തനത്തിനിടയിലുള്ള ഒരു സമരമാർഗത്തിൽ നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്താ കുഴപ്പം? സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ PDDP ആക്ട് പ്രകാരവും IPC 333 പ്രകാരവും ചാർജ് ചെയ്യപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുക? അങ്ങനെ അറസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണല്ലോ യൂത്ത് കോൺഗ്രസും പോലീസും തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് DYFIക്കാർക്കെതിരെ മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളുണ്ടല്ലോ. ആ ആക്ഷേപങ്ങളിൽ എവിടെയാണ് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അക്രമം നടന്നിട്ടുണ്ട് എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നിട്ടുള്ളത്? ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ എവിടെയാണ് അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാതിരുന്നിട്ടുള്ളത്, അറസ്റ്റ് ചെയ്യാതിരുന്നിട്ടുള്ളത്, റിമാൻഡ് ചെയ്യപ്പെടാതിരുന്നിട്ടുള്ളത്? അപ്പോൾ അവിടെയൊക്കെ ആകാം, ഇവിടെ ആകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത്, നമ്മൾ വളരെ ഇമോഷണൽ ആകുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ട്, ഇത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് രാജ്ഭവൻ മാർച്ച് അങ്ങ് മറഞ്ഞുപോയി. അത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ കേസ് വിട്ടുകൊടുക്കുകയായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ പോരെ? അപ്പോൾ ഈ പറയുന്ന LDFൻ്റെ മാർച്ച് നടക്കുന്ന ദിവസം ഈ അറസ്റ്റ് ഒഴിവാക്കിയാൽ പോരെ? അപ്പോൾ ആ അറസ്റ്റ് അതിനും അപ്പുറത്തേക്ക് വെറുമൊരു നീതിന്യായ നടപടിയായിട്ടല്ലേ അതിനെ കാണേണ്ടത്? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ പിന്നെ രാവിലെ മുതൽ വലിയ വിസിബിലിറ്റി കൊടുത്തു എന്നുള്ളതാണ്. PC ജോർജിനെ അറസ്റ്റ് ഈരാറ്റുപേട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ നമ്മൾ നല്ല വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. വാർത്താ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗർബല്യവും അതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു വാർത്തകളില്ല എങ്കിൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നടത്തുന്ന ആ ആക്ടിവിറ്റി മുഴുവനായി തത്സമയം സംപ്രേഷണം ചെയ്യും. അപ്പോൾ PC ജോർജിന് അത് വലിയ വിസിബിലിറ്റി ആയതുകൊണ്ട് PC ജോർജ് എവിടെ നിൽക്കുന്നു? ഇന്ന് ഒരു വർഗീയ പ്രഭാഷണം നടത്തി. ഈ പേരിലാണ് PC ജോർജിനെ അന്ന് നമ്മൾ ഈരാറ്റുപേട്ട മുതൽ തിരുവനന്തപുരം ജയിൽ വരെ എത്തിച്ചത്. അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ശരിയായിരിക്കാം. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണിത്, അല്ലേ? KSU മാർച്ച്, പിന്നീട് യൂത്ത് കോൺഗ്രസ് മാർച്ച്, പിന്നീട് കോൺഗ്രസ് മാർച്ച്. ഇതിനകത്തൊക്കെ തന്നെ നമ്മളന്ന് വിലയിരുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്. പോലീസ് വലിയ നിലയിൽ നിയന്ത്രണം കാണിച്ചു എന്നുള്ളത്. 20-ാം തീയതി ആ സമരമാണിത്. അങ്ങനെ നിയന്ത്രണം കാണിച്ച പോലീസ് എന്താ ചെയ്തിട്ടുള്ളത്? പിന്നീട് നിയമപരമായ ആക്ഷൻ എടുക്കുന്നു. മാത്രമല്ല നികേഷ് കുമാർ, അതിനകത്ത് ഈ നേതാക്കൾ കാണിച്ച 2-3 അബദ്ധങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു പക്ഷേ ആദ്യത്തെ സമരമായതുകൊണ്ടായിരിക്കും. ഇതെല്ലാം ക്യാമറ ഞാൻ വരാം സപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ആ ഒറ്റ പോയിന്റ് സപ്ലിമെൻ്റ് ചെയ്യാനാണ്. അതായത് ഈ ക്യാമറയ്ക്ക് മുന്നിലാണ് പോലീസിൻ്റെ ഈ ഷീൽഡുകളെല്ലാം തകർക്കുന്ന വിഷ്വൽസ് വളരെ ക്യാച്ച് ആയിട്ട് കിട്ടുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ആ പിങ്ക് പോലീസ് വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം കിട്ടുന്നു. അതാണ് ഇന്ന് ശരിക്കും ആ വിഷ്വലായിട്ട് വരുന്നത്. പട്ടികൾ പിടിച്ചു നിൽക്കുന്ന ഒരു നേതാവിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കോടതി തന്നെ ചോദിക്കുന്നു, സമാധാനപരമായ സമരം ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് ആ പട്ടിക എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. Meet the editors.